മോദിയുടെ സുഹൃത്താണ്. അതുകൊണ്ട് നിയമം തെറ്റിച്ചാൽ നരേന്ദ്രമോദി നോക്കിക്കോളും എന്നാരും വിചാരിക്കേണ്ട. മോദി അങ്ങനെ ആർക്കും അഭയം നൽകുന്ന ആളല്ല. പേടിഎമ്മിനെതിരെ റിസർവ് ബാങ്ക് നടപടി ഉണ്ടാകുമ്പോൾ അതിന്റെ ഉടമ വിജയ് ശേഖറും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധവും ചർച്ച ചെയ്യപ്പെടുകയാണ്. മോദിയുടെ സുഹൃത്തായിരുന്നു പേടിഎം എന്ന ഓൺലൈൻ പേയ്മെന്റ് ബാങ്കിന്റെ ഉടമസ്ഥൻ വിജയ് ശേഖർ. പഠിക്കുമ്പോൾ മിടുക്കനായ വിദ്യാർത്ഥി. നോട്ട് നിരോധന സമയത്ത് മോദിയുടെ ചിത്രത്തോടൊപ്പം വിജയ് ശേഖറിന്റെ കമ്പനിയുടെ പരസ്യവും ഉണ്ടായിരുന്നു. ATM വേണ്ട, പകരം പേടിഎം ചെയ്യൂ എന്നായിരുന്നു ഈ പരസ്യം. നോട്ട് നിരോധനത്തോടെയാണ് ചെറിയ തുകകൾ കൈമാറാൻ പേടിഎം ഇന്ത്യക്കാർക്ക് തുണയായത്. പേടിഎം വളർന്നു, അതിന്റെ ഉടമ വിജയ് ശേഖറും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള ബന്ധവും വളർന്നു. പക്ഷേ നിയമം തെറ്റിക്കുന്നവർക്ക് രാഷ്ട്രീയ അഭയം നൽകൽ അത് മോദിയുടെ പണിയല്ല. ചൈനയുമായി കമ്പനിക്ക് ചില പണമിടപാടുകൾ ഉണ്ട് എന്ന സംശയം കുറച്ചു നാളായി കേട്ടിരുന്നു. അതുപോലെ 2 ലക്ഷത്തിൽ കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത ലൈസൻസ് ആണ് റിസർവ് ബാങ്ക് നൽകിയിരുന്നത് എങ്കിലും അതിനേക്കാൾ കൂടുതൽ തുക പേടിഎം നടത്തിക്കൊണ്ടിരുന്നു. പലതവണ പിഴ ഇടുകയും ചെയ്തു. കൂടുതൽ തുക നിക്ഷേപിച്ചുള്ള നിയമലംഘനത്തിന് പേടിഎം നൽകിയ പിഴ തന്നെ 5.39 കോടിയോളം വരും. എന്നിട്ടും നിയമലംഘനം തുടർന്നപ്പോഴാണ് റിസർവ് ബാങ്ക് ഏറ്റവും ഒടുവിലത്തെ പ്രയോഗം നടത്തിയത്. 2022 തന്നെ പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുത് എന്ന് റിസർവ് ബാങ്ക് വിലക്കിയിട്ടും അദ്ദേഹം പുതിയ ഉപഭോക്താക്കളെ ചേർത്തുകൊണ്ടിരുന്നു. ചൈനയിൽ നിന്നുള്ള വ്യവസായി ജാക്മാ സ്ഥാപിച്ച ആൻഡ് എന്ന കമ്പനിയായി ചേർന്ന് പ്രവർത്തിച്ച വിജയ് ശേഖറിന്റെ നീക്കവും റിസർവ് ബാങ്കിന് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ വർഷം ആൻഡുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. പക്ഷേ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് താക്കീത് നൽകിയിരുന്നു. നിയന്ത്രണങ്ങളില്ലാതെ പലരും വായ്പ നൽകുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ശക്തികാന്ത് ദാസ് താക്കീത് നൽകി. ഇതിന് പിന്നാലെയാണ് പേടിഎമ്മിനെതിരായ നടപടി വന്നിരിക്കുന്നത്. പേടിഎം ബാങ്കിന്റെ ചില സേവനങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് റിസർവ് ബാങ്ക് ഉത്തരവിട്ടു. ഫെബ്രുവരി 29 മുതൽ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ വാലറ്റുകൾ ടോപ്പ് ചെയ്യാനോ പാടില്ല എന്ന് മാത്രമല്ല, പുതിയ ഉപഭോക്താക്കളെ ചേർക്കുകയും അരുത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ പലരും പ്രതീക്ഷകളോടെ നിക്ഷേപിച്ച ഓഹരിയാണ് പേടിഎമ്മിന്റേത്. 4 ദിവസം മുൻപ് 761 രൂപയുണ്ടായിരുന്ന പേടിഎമ്മിന്റെ മാതൃക കമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഹരി വില 466 രൂപയായി ഉയർന്നു. പേടിഎം ഉപേക്ഷിച്ച് മറ്റ് ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകളിലേക്ക് മാറാൻ ഇന്ത്യയിലെ ഉപഭോക്താക്കളോട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഓഹരി വില തകർന്നത്. എന്നാൽ ചൊവ്വാഴ്ച കഥ മാറി. 5% ഓഹരി വില ഉയർന്നിട്ടുണ്ട്. ജീവനക്കാരിൽ പ്രതീക്ഷ പകരുകയാണ് വിജയ് ശേഖർ. എല്ലാം പരിഹരിച്ച് കരകയറുമോ? എന്നാൽ പ്രതിസന്ധി പരിഹരിക്കുമെന്നും ആരെയും പിരിച്ചുവിടില്ല എന്നും പറഞ്ഞ് ജീവനക്കാർക്ക് പ്രതീക്ഷ പകരുകയാണ് വിജയ് ശേഖർ. ചർച്ചകളിലൂടെ റിസർവ് ബാങ്കുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ കണ്ട മികച്ച ബിസിനസ്സുകാരനും സാങ്കേതിക വിദ്യാ വിദഗ്ധനുമാണ് വിജയ് ശേഖർ. ആദ്യം 197 കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനി തുടങ്ങിയപ്പോൾ ഓൺലൈൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ ചെറിയ ചെറിയ ബിസിനസ്സുകളായിരുന്നു മനസ്സിൽ. 2000-ൽ ക്രിക്കറ്റ് സ്കോറുകളും വാർത്തകളും തമാശകളും കൈമാറുന്ന കമ്പനി മാത്രമായിരുന്നു 197 കമ്മ്യൂണിക്കേഷൻസ്. 2010-ലാണ് പേടിഎം എന്ന പേരിൽ ഓൺലൈൻ പേയ്മെന്റ് എന്ന ആശയം ആരംഭിച്ചത്. തന്റെ ബിസിനസ് സംരംഭങ്ങളെല്ലാം മികച്ചതാക്കിയ മിടുക്കനായ വിജയ് ശേഖർ എല്ലാ പ്രതിസന്ധികളും തീർത്ത് പുറത്തുവരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒട്ടേറെ പേർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.